ഗുഡ് ഈവനിങ് അനന്തേട്ടാ, ഗുഡ് ഈവനിങ്. സേ, തരംഗങ്ങൾ അടങ്ങില്ല. ഇതെന്റെ കോമ്പോസിഷനാണ്. ഐ പ്ലേഡ് ഇറ്റ്. ദേവദത്തൻ നമ്പൂതിരി, സൺ ഓഫ് നീലകണ്ഠൻ നമ്പൂതിരി, ദി ഗ്രേറ്റ് മ്യൂസിഷ്യൻ. പ്ലീസ് കം. വരൂ, നമുക്ക് പോവാം. Don't touch me. അയ്യോ, ഇതെന്ത് പറ്റി അനന്തേട്ടാ? പറയാം. നീ റൂം റെഡിയാക്ക് വേഗം. Merci, monsieur. ഇത്രയ്ക്കങ്ങ് കുടിക്കാൻ എന്താ പ്രൊവക്കേഷൻ? കുടിക്കാറില്ലെന്നാണല്ലോ പറഞ്ഞത്. ആവോ, ഞാൻ കണ്ടപ്പോ ഈ കണ്ടീഷനില്ല. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത്രേ. ഈ കോലത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്ന ഒന്ന് ഉറങ്ങിത്തെളിയട്ടെ. ഹലോ, അച്ഛൻ ഉറങ്ങി. വിളിക്കണോ? ശരി, ഞാൻ പറയാം. ലക്ഷ്മി ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറേയില്ല. ശരി, ഗുഡ് നൈറ്റ്. ആരാ? അവളാ ആ രാജലക്ഷ്മി. ബാലയടുത്തൊരു ഇൻറ്റ്യൂഷൻ അപാരം. അനന്തന്റെ വീട്ടിൽ നിന്ന് പാട്ടോ കൂത്തോ ഡിസ്കഷനോ എന്തോ ഉണ്ടെന്ന്. ദത്തനെ രാവിലെ പ്രതീക്ഷിച്ചാ മതിയെന്ന്. അനന്തനല്ലേ അവിടെ? ആവോ, ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടു. ഒരു ഗുഡ് നൈറ്റും പറഞ്ഞു. വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തിനാ തലയിടുന്നേ? ഗുഡ് മോർണിംഗ്. എപ്പോഴാ ഉണർന്നത്? നേരത്തെ. വിളിക്കായിരുന്നില്ലേ? വളരെ നേരത്തെ, ഒരു 3:30-4 കാണും. അത്ര നേരത്തെയോ? എന്താ, ഉറങ്ങിയില്ലേ? ഇടയ്ക്ക് ഉണർന്നതാ, പിന്നെ ഉറങ്ങിയില്ല. അനന്തേട്ടൻ എണീറ്റില്ലേ? പുള്ളിക്കാരൻ അല്പം കൂടെ വൈകും. പതിവ് സമയം ആകുന്നേ ഉള്ളൂ. ബോറായി, സർവത്ര ബോറായി. ഉണർന്ന് വെളിവ് വീണപ്പോ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് ഓടിയാലോ തോന്നിപ്പോയി. ഓട്ടം ജോഗിങ് ആണെങ്കിലും ഓക്കെ. ഇനി അതല്ല ഒളിച്ചോട്ടമാണെങ്കിൽ ചതിക്കല്ലേ? ഞാൻ പരമാവധി പബ്ലിസിറ്റി കൊടുത്തിരിക്കുക. എന്തിന്? ആഹാ, ഒറ്റ രാത്രി കൊണ്ട് മറന്നോ എന്നെയും കലാക്ഷേത്രത്തിനെ? രാത്രി അനന്തേട്ടൻ പറഞ്ഞു, പണം അതാണ് ദത്തനെ കുഴയ്ക്കുന്ന പ്രശ്നം. ആര് ചോദിച്ചു പണം? ദത്തന്റെ കഴിവാ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ചോദിച്ചത്. അതുമാത്രം. ഞാൻ ചെല്ലട്ടെ? അനന്തേട്ടൻ എണീറ്റ് കാണും. ഉണ്ണിയെ, 14-ാം തീയതി സേലത്തൊരു കച്ചേരി ഉണ്ട്. ആ മൃദംഗം ശരിയല്ല. ഏത്? 2:30 ഇടനില പൊളിഞ്ഞിരിക്കുക. ഓയ്, പള്ളി ഉണന്നോ ആവോ? കാപ്പി കുടിക്കുന്നുണ്ട്. ഓ ഭാഗ്യം. ഞാൻ കാണുന്നുണ്ടോ ഇതൊക്കെ? ശരിയാ, ആകെ കാട് പിടിച്ചു. ആളെണ്ണം കൂടി വരുന്നതല്ലാതെ ഇതിനൊന്നും ആരും ഇല്ല ഇവിടെ. ഞാനൊരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടരുത്. മക്കളും മക്കളുടെ മക്കളും ആയില്ലേ? ഓരോരുത്തർക്കുള്ളത് എന്താണെന്ന് വെച്ചാ തീർത്ഥങ്ങൾ കൊടുത്താ ഈ സമാധാനക്കേട് വല്ലതും ഉണ്ടാവൂ?
ഇനിയും അംഗസംഖ്യ കൂടി വരികയേ ഉള്ളൂ. ഞാൻ சொல்றது പുരിയതാ. ഇതിലും കൊച്ചു കാര്യങ്ങൾക്ക് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളിലും മേലെ സ്വത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് തനിക്കും തോന്നുന്നുണ്ട്. എന്നാ അങ്ങനെയല്ല. മരിക്കുന്നത് വരെ എനിക്ക് അവരുടെ എല്ലാം സ്നേഹം വേണം, പരിചരണവും പരിഗണനയും വേണം. നിർബന്ധ. ആ ഒരു കാര്യത്തില് ഞാൻ സ്വാർത്ഥന. ആരാത്? സോണി, ദൂരെ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് നിന്നെ മനസ്സിലായി. എന്താ ഇവിടെ എന്നൊന്നും ചോദിക്കുന്നില്ല. ആർ യു അലോൺ? ആർ യു ഫ്രീ? ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് ആള് തെറ്റി. ആള് തെറ്റാനോ? എനിക്കോ? നിന്നെ തിരിച്ചറിയാൻ എനിക്ക് ഈ വട്ടം മതി. അല്പം കൂടി ഡാർക്കായാൽ ഒന്നുകൂടി ക്ലിയർ ആവും. സോറി. എന്താ ലക്ഷ്മി? ഐ എം സോറി, റിയലി സോറി, വെരി വെരി സോറി. അയ്യേ, എന്തിനാ ഓടിയത്? ആളുണ്ടെന്ന് പറഞ്ഞൂടായിരുന്നു. പറയൂ, എപ്പോ ഫ്രീ ആവും? അല്ല, ഇത് പെർമനന്റ് സെറ്റപ്പ് ഒന്നുമല്ലല്ലോ. ആ, ടെൽ മി ഡാർലിംഗ്, എപ്പോ ഫ്രീ ആവും? ഐ വിൽ വെയിറ്റ്. നിങ്ങൾ ആരാ? എന്ത് വേണം? വേണ്ടത് തനിക്ക് വേണ്ടതൊക്കെ തന്നെ. പിന്നെ ഐഡന്റിറ്റി. ഇവളുമാരെ പോലുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും റിവീൽ ചെയ്യാറുണ്ട് ആശാനെ? പെർഫോമൻസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കാശ് കൊടുക്കാൻ കഴിവുള്ള ഒരാണ്. എന്താ പോരെ? തനിക്ക് എത്ര കാലമായി ഈ സ്ത്രീ അറിയാം? 10 വർഷം മുമ്പാണ്. ഒരിക്കലേ ഉള്ളൂ. ഒരു 4-5 ദിവസം ഊട്ടിയിൽ. ആള് മാറിയിട്ടില്ല എന്ന് ഉറപ്പാണോ? ഡാം ഷുവർ. ശരിക്കുമുള്ള പേര് പോലും മറന്നിട്ടില്ല. സോണി. അന്നുള്ള പാസ്പോർട്ട് എന്നെ കാണിച്ചിരുന്നു. പാസ്പോർട്ടോ? എന്തിന്? എനിക്ക് വിസ കച്ചവടമായിരുന്നു. ഓഹോ,
ഹൂ ആർ യു? രാജലക്ഷ്മി ഓർ സോണി? പറയൂ, എന്താ നിങ്ങളുടെ പേര്? സോണി. അനന്തപത്മനാഭനെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും നാട്ടിലാണ്, തിരുവനന്തപുരത്ത്. നിങ്ങളും അനന്തനുമായിട്ട് എന്താ ബന്ധം? പറയാൻ, എന്താ ബന്ധം എന്ന്? ഒരു ബന്ധവുമില്ല. വി ആർ ജസ്റ്റ് ലിവിംഗ് ടുഗദർ. പ്രായപൂർത്തിയായ രണ്ടാളുകള് ഒരുമിച്ച് താമസിക്കുന്നു. എന്താ, അങ്ങനെ പാടില്ലെന്നുണ്ടോ നിയമത്തില്? ഇയാള് പറഞ്ഞൊരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു പണ്ട്. ഇപ്പോ നൗ ഐ ആം എ ഡാൻസർ. നിങ്ങൾ അറിയില്ല എന്നെ. അഭിമാനത്തോടെയാണ് ഞാൻ കലാക്ഷേത്രം നടത്തുന്നത്. ഈ മനുഷ്യൻ എനിക്കൊരു പ്രൊഫഷണൽ പാർട്ട്ണറാണ്. ഓൺലി വൺ പ്രൊഫഷണൽ ഗ്രൗണ്ട്സ്. അത് ബെഡ്റൂം വരെ ഇല്ല. എനിവേ, അനന്തൻ സ്ഥലത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് നല്ല പരിചയമില്ല. പക്ഷേ നീലകണ്ഠൻ ഭാഗവതരെ എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഞാൻ കേസ് ചാർജ് ചെയ്യുന്നില്ല. നൗ യു ക്യാൻ ഗോ. നോ, വിശദീകരണമൊന്നും വേണ്ട. ലോകത്തിലെവിടെയും മാനസാന്തരം എന്ന തേവിടിച്ചുകൾക്ക് ഒരു ഫ്ലാഷ് ബാക്കേ ഉള്ളൂ. ആള് മാറും, കഥയ്ക്ക് മാറ്റമില്ല. സാഹചര്യം കൊണ്ട് ചെളിക്കുഴിയിൽ വീണു, പട്ടിണി, ദാരിദ്ര്യം, ആത്മഹത്യക്കൊരു ഓൾട്ടറേഷൻ, കാശുള്ള ഒരു രക്ഷകനെ കണ്ടപ്പോ പിന്നെ അങ്ങോട്ട് പുണ്യമതി. ഇതിക്കുള്ളൊന്നുമില്ലല്ലോ. ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് ആരും എന്നോട് വിശ്വസ്തത കാണിച്ചിട്ടില്ല ഇതുവരെ. ഇതുപോലൊരു അഗ്ലി സിറ്റുവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ ലക്ഷ്മിക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു. എന്തിന് ദത്തനതറിയണം? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അനന്തേട്ടൻ എന്നെ രക്ഷിച്ചു. ആ മനുഷ്യന്റെ മുമ്പിൽ ഞാനൊന്നും മറച്ചിട്ടില്ല. വൈ ഷുഡ് ഐ റിവീൽ ബിഫോർ യു? ദത്തം വിശ്വസിക്കില്ല. എന്നാലും പറയട്ടെ, ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷെ പറഞ്ഞില്ലല്ലോ. എല്ലാം തുറന്നു പറയാവുന്ന സുഹൃത്ത്, ഒരു കമ്പാനിയൻ. ലക്ഷ്മിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അതാണ്, അല്ലാതെ ലാഭക്കച്ചവടത്തിന് ഒരു പാർട്ട്ണർ അല്ല. ഒരു പാർട്ട്ണർ ഇല്ലാതെ ഞാൻ വളർത്തിയതാണ് കലാക്ഷേത്രം. അത് തുടർന്ന് നടത്താനും ഞാൻ ഒറ്റയ്ക്ക് മതി. പക്ഷെ ദത്തനെ കണ്ടപ്പോ, പരിചയപ്പെട്ടപ്പോ എന്റെ മനസ്സ് പറഞ്ഞു, അനന്തേട്ടൻ എനിക്ക് ദൈവമാണ്. ആരാധിക്കാനും ആശ്രയിക്കാനും ഒരു വിഗ്രഹം. ഞാനും ഒരു സ്ത്രീയാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? കാരണം എനിക്കറിയില്ല. ഞാൻ കണ്ടെത്തിയത് നിങ്ങളെയാണ്. ഐ എം കൺഫ്യൂസ്ഡ്. നിർവചിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളോടുള്ള ബന്ധം. ഐ എം സോറി. സത്യം, ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ആത്മാർത്ഥമായ ഒരു ക്ഷമാപണം ഞാൻ നടത്തിയിട്ടില്ല.